ഹലോ, അസ്സാം വലൈക്കും. നൈമോസ് ഡ്രീം വ്ളോഗിൻ്റെ പുതിയൊരു സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമുക്കിന്നൊരു നോർമൽ പാൻറ്റിൻ്റെ കട്ടിങ് കാണാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്കതിൻ്റെ സ്റ്റിച്ചിങ്ങും കാണാം. ഞാൻ ഇന്ന് 39 ഇഞ്ച് ലെങ്തുള്ള ഒരു പാൻറ്റാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. 39 ഇഞ്ച് ലെങ്തും 14 ഇഞ്ച് സീറ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ക്രോച്ച് ഭാഗം, അതായത് പാൻറ്റിനെ രണ്ട് കാലുകളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു ഭാഗമാണ് നമ്മൾ സീറ്റെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം 14 ഇഞ്ച് സീറ്റും 39 ഇഞ്ച് ലെങ്തും ഒരു 6 ഇഞ്ച് ബെൽറ്റ് ലെങ്ത്, അതായത് മുകളിൽ നിന്ന് നമ്മൾ നാടയൊക്കെ ഇടുന്ന ആ ഒരു ഭാഗത്തെ ലെഗ് പീസുമായിട്ട് ജോയിൻ ചെയ്യുന്നൊരു ഭാഗം വരെയുള്ള ലെങ്തിനെയാണ് നമ്മൾ ബെൽറ്റ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പം ഒരു 6 ഇഞ്ച് ബെൽറ്റ് ലെങ്തും 7 ഇഞ്ച് കാൽ ബോട്ടവുമുള്ള, അതായത് കാലിൻ്റെ അടിയിലെ ചുറ്റളവുമുള്ള ഒരു പാൻറ്റാണ് നമ്മളിന്ന് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നോർമൽ പാൻറ്റ് കട്ട് ചെയ്യുന്ന സമയത്ത് ലെഗ് പീസ് ബെൽറ്റ് പീസ് ഇങ്ങനെ 2 ലെവലിലായിരിക്കും പാൻറ്റിനെ നമ്മൾ കട്ട് ചെയ്യുന്നത്. ഫുൾ ലെങ്തിൽ നിന്ന് നമ്മൾ ബെൽറ്റ് ലെങ്തിനെ കുറച്ചതിന് ശേഷമുള്ള ബാലൻസ് പീസിനെയാണ് നമ്മൾ ലെഗ് പീസായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ലെഗ് പീസിനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ പാൻറ്റ് ലെങ്ത് അതിൽ നിന്നും 6 ഇഞ്ച് അല്ലെങ്കിൽ ഒരാളുടെ ഹൈറ്റ് അനുസരിച്ച് 6 7 ഇഞ്ചിനെ മൈനസ് ചെയ്യുക. അതിന് ശേഷം കിട്ടുന്ന ലെങ്തിനോടൊപ്പം തയ്യൽ തുമ്പ് കൂടി ചേർത്തിട്ടായിരിക്കും ആ ഒരു കാൽ പീസിനെ നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ അങ്ങനെ വരച്ച് കട്ട് ചെയ്തിട്ടിരിക്കുന്ന ഒരു കാൽ പീസാണിത്, അല്ലെങ്കിൽ ലെഗ് പീസാണ് ഇത്. ഇതിൽ നമുക്ക് വേണ്ടുന്ന ഒരു ലെഗ് പീസിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 32.5 ഇഞ്ചായിരുന്നു. അതിനോടൊപ്പം ഞാൻ ഒരു 2.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കാൽ ബോട്ടത്തിന് വേണ്ടിയിട്ടുള്ളതും മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു പീസിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ആ ഒരു പാൻറ്റ് വെട്ടുന്ന ആ ഒരു മെത്തേഡ് മനസ്സിലായി കാണുമല്ലോ. നമുക്കൊരു നോർമൽ പാൻറ്റ് വെട്ടുമ്പോൾ, അതായത് 2 സൈഡുകളിൽ ഞുറു വരുന്ന തരം ഒരു നോർമൽ പാൻറ്റ് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ആ പാൻറ്റിൻ്റെ ഫുൾ ലെങ്തിനെ എടുക്കുക. അതിനുശേഷം അതിൻ്റെ ബെൽറ്റ് പീസിനെ കുറയ്ക്കുക. ശേഷം കിട്ടുന്ന അളവിനോടൊപ്പം 2.5 ഇഞ്ച് അല്ലെങ്കിൽ 3 ഇഞ്ച് നമ്മുടെ കയ്യിലുള്ള തുണിയുടെ അളവനുസരിച്ച് 2 3 ഇഞ്ച് കൂടി കൂട്ടിയിട്ടായിരിക്കും നമ്മൾ ലെഗ് പീസിനെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം നമുക്ക് ഇതിൽ 14 ഇഞ്ച് സീറ്റ് ലെങ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൈനസ് ചെയ്തിട്ടുള്ള ബെൽറ്റ് പോർഷനിൽ നിന്നും ഈ ലെഗ് പീസിൽ നിന്നും കൂടി ആയിരിക്കും നമ്മൾ 14 ഇഞ്ച് സീറ്റിനെ കണ്ടുപിടിക്കുന്നത്. അപ്പം നമുക്ക് 14 ഇഞ്ച് സീറ്റിൽ 6 ഇഞ്ച് പോയി കഴിഞ്ഞാൽ 8 ഇഞ്ചായിരിക്കും ഇവിടെ വരേണ്ട ആ ഒരു ലെങ്ത്. പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിയായിരിക്കും നമ്മൾ ഈ ഒരു ക്രോച്ച് ഭാഗത്തെ മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ കാലിൻ്റെ ബോട്ടത്തിലേക്ക് ഇതിനെ ഒന്ന് ചരിച്ച് വരച്ചു കൊടുക്കുക. ഇങ്ങനെ ആയിരിക്കും ഇതിനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ആ മുകളിലത്തെ ഭാഗത്ത് ഫോൾഡായിട്ട് വരുന്ന ഭാഗത്തു നിന്നും, അതായത് ഈ ഫുള്ളിൻ്റെയും ഒരു 1/3 ഭാഗം കണ്ടുകൊണ്ട് ഒന്ന് നോച്ച് കൊടുത്തിടുക. അപ്പോൾ ഈ ഒരു ഇടഭാഗത്തായിരിക്കും നമ്മൾ പ്ലീറ്റ്സിനെ കാണുന്നത്. ഇങ്ങനെ ഒരേ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഒരു നോച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് സൈഡുകളിൽ തന്നെ പ്ലീറ്റ് എടുക്കാൻ പറ്റും. അപ്പം എത്രയാണെങ്കിലും നമ്മൾ എടുക്കുന്ന ബെൽറ്റിൻ്റെ അളവ് എത്രയാണോ ആ അളവിൽ നമ്മൾ ഈ ഒരു ലെഗ് പീസിനെ പ്ലീറ്റ്സ് ഇട്ടിട്ട് ലെവലാക്കിയാണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ലെഗ് പീസിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു മെയിൻ പീസ് അല്ലെങ്കിൽ ലെഗ് പീസിനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ലെവലിലായിരിക്കും നമ്മൾ നോച്ചിട്ട് കൊടുക്കേണ്ടത്. അപ്പം ഇനി നമ്മൾ ചെയ്യാനുള്ളത് ബാലൻസ് പീസിൽ നിന്ന് നമുക്ക് ബെൽറ്റിന് വേണ്ടുന്ന ആ ഒരു അളവിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതായത് 6 ഇഞ്ചായിരിക്കും നമുക്ക് ബെൽറ്റിൻ്റെ ലെങ്ത് വരേണ്ടത്. അപ്പോൾ ഇത് 6 ഇഞ്ച് എല്ലാവർക്കും ഒരേ അളവായിരിക്കത്തില്ല. നമ്മുടെ ഹൈറ്റിനനുസരിച്ച് ചിലപ്പോൾ 6 എന്നുള്ളത് 7 ആകും. അപ്പോൾ അതനുസരിച്ചായിരിക്കും നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഞാനിപ്പോൾ ഈ ചെയ്യുന്ന ഒരു പാൻറ്റിന് 6 ഇഞ്ചാണ് അതിൻ്റെ ബെൽറ്റിൻ്റെ ലെങ്ത്. അപ്പം ഞാൻ 6 ഇഞ്ച് ലെങ്ത് വേണ്ടുന്ന ആ ഒരു പാൻറ്റിന് വേണ്ടിയിട്ട് 8.5 or 9 ഇഞ്ച് അളവിലായിരിക്കും പാൻറ്റിൻ്റെ ആ ഒരു ബെൽറ്റിൻ്റെ ലെങ്ത് എടുക്കുന്നത്. പിന്നെ അതിൻ്റെ ആ ഒരു ചുറ്റളവെന്ന് പറഞ്ഞാൽ നമ്മളുടെ പാൻറ്റ് ഉടുക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടായിരിക്കുമല്ലോ, നമ്മുടെ വേസ്റ്റ് റൗണ്ട് അല്ലെങ്കിൽ ഹിപ്പ് റൗണ്ട് എന്ന് പറയും.
ആ ഒരു ഹിപ്പ് റൗണ്ട് പ്ലസ് 8 ഓർ 10 ഇഞ്ച് വരെ അധികത്തിലായിരിക്കണം ആ ഒരു പിന്നെ ബെൽറ്റിന് വേണ്ടുന്ന ആ ഒരു റൗണ്ട് നമ്മൾ അല്ലെങ്കിൽ ആ ഒരു നീളം കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പം ഇത്രയുമാണ് ഒരു പാൻറ്റ് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡെന്ന് പറഞ്ഞാൽ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഇതിൻ്റെ ഒരു സ്റ്റിച്ചിങ്ങും കൂടി കാണാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. അതായത് ഇതിൻ്റെ ഒരു സ്റ്റിച്ചിങ് വീഡിയോയുമായിട്ടായിരിക്കും ഞാൻ അടുത്തത് വരുന്നത്. അതിനുശേഷം നമുക്ക് കണ്ടിന്യൂസ് വീഡിയോ ഇടാൻ ശ്രമിക്കാം. എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.